ദുബായിൽ നടന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിൽ $1 മില്യൺ അവാർഡ് നൽകി റൂബിൾ നാഗിയെ ആദരിച്ചു. ദുബായിൽ നടന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിൽ $1 മില്യൺ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ അധ്യാപിക റൂബിൾ നാഗി 2026 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടി. ജെംസ് എഡ്യൂക്കേഷൻ 10ാം പതിപ്പിൽ സമ്മാനിച്ച അവാർഡ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കൈമാറി. 139 രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ലധികം നോമിനേഷനുകളിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവഗണിക്കപ്പെട്ട ചുവരുകളെ വായന, എഴുത്ത്, ഗണിതം, പൊതുജനാരോഗ്യം, പരിസ്ഥിതി അവബോധം എന്നിവ പഠിപ്പിക്കുന്ന സംവേദനാത്മക വിദ്യാഭ്യാസ ചുവർചിത്രങ്ങളാക്കി മാറ്റിയതിനാണ് നാഗിയെ ആദരിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കലയെ പഠനോപകരണമായി ഉപയോഗിച്ചാണ് 10 ലക്ഷത്തിലധികം കുട്ടികളെ റൂബിൾ നാഗി ആർട്ട് എന്ന തന്റെ ഫൗണ്ടേഷനിലൂടെ അവർ എഡ്യൂക്കേറ്റ് ചെയ്തത്. സ്കൂളിൽ പോകാത്ത കുട്ടികളെ ഘടനാപരമായ പഠനം ആരംഭിക്കാനും ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങാനും ഈ കേന്ദ്രങ്ങൾ സഹായിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട മതിലുകളെ തുറന്ന ക്ലാസ് മുറികളാക്കി മാറ്റുന്ന പഠനത്തിന്റെ ജീവനുള്ള മതിലുകൾ ആണ് അവരുടെ സമീപനത്തിന്റെ കേന്ദ്ര ബിന്ദു. നാഗി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് അധ്യാപകരെ ഉപദേശിക്കുകയും കുട്ടികളുമായി നേരിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് റൂബിൾ നാഗി 600-ലധികം അധ്യാപകരെയും വോളണ്ടിയർമാരെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. $1 മില്യൺ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ അനുസരിച്ച് 9 കോടിയിൽ ഏറെ തുകയാണ്. ഈ സമ്മാന തുക ഉപയോഗിച്ച് പ്രൊഫഷണൽ വൈദഗ്ധ്യം, ഡിജിറ്റൽ സാക്ഷരതയിലും സൗജന്യ പരിശീലനം നൽകുന്ന ഒരു തൊഴിലധിഷ്ഠിത സ്ഥാപനം സ്ഥാപിക്കാനാണ് റൂബിൾ നാഗിയുടെ ആഗ്രഹം. ഇതിലൂടെ പിന്നോക്കം നൽകുന്ന ഇന്ത്യയിലെ യുവത്വത്തിന് ജീവിത അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ആ വനിതയുടെ ലക്ഷ്യം. വളരെയധികം പ്രചോദനപരമായ വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയിലെ യുവത്വത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന വളരെ അധികം പ്രചോദനപരമായ ഈ ഒരു വിദ്യാഭ്യാസ രീതിയിലൂടെ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന റൂബിൾ നാഗിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഷീജ കുഞ്ഞുമോൾ.